ഞാൻ 8 മുതൽ +2 വരെ പഠിച്ച സ്കൂളിൽ ഞാനിന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു മൊമെന്റ്, ഈ ഒരു ഡേ എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. കാരണം പഠിക്കുന്ന സമയത്തൊക്കെ ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ഒരു ടീച്ചറുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല. 10ലോ +2ലോ എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നില്ല. ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഞാനൊരു ആവറേജിൻ്റെ മേലെ പോയിട്ടില്ല. സബ്ജിയിൽ വരെയൊക്കെ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ ആ സമയത്തൊക്കെ സ്കൂളിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പിള്ളേരുണ്ടാവുമല്ലോ, നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന, പാട്ട് പാടുന്ന, അസംബ്ലിയിലൊക്കെ വിളിച്ചിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കുട്ടികൾ. അപ്പോൾ അവരൊക്കെ നോക്കി ബാക്ക് ബെഞ്ചിലിരുന്ന് അല്ലെങ്കിൽ ബാക്ക് സീറ്റിലിരുന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഞാനിങ്ങനെ, എനിക്ക് എന്തുകൊണ്ടാണ് ഒന്നിലും സ്പെഷ്യൽ ആവാൻ പറ്റാത്തത്, ആരുടെയും ഫേവറേറ്റ് ആയിട്ട് മാറാൻ പറ്റാത്തതെന്ന്. അപ്പോൾ എനിക്ക് നഷ്ടമായിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിന് മുന്നിൽ നിന്ന് എനിക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവളുടെയൊക്കെ വളർത്തുദോഷം കൊണ്ടാണ് എന്ന് വരെ ഒരു അധ്യാപകൻ പറഞ്ഞത് ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എനിക്ക് വേണ്ടി ഒന്ന് സ്റ്റാൻഡ് ചെയ്യാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ മാർക്ക് ലിസ്റ്റ് വാങ്ങിയിട്ട് വരാന്തയിൽ നിൽക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ അതിൽ പാസ് ചെയ്തിട്ട് എൻ്റെ ഷീറ്റ് വാങ്ങിയിട്ട്, നിനക്ക് വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടല്ലോ, നീ ഏതാ, നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത്രയും കാലം ഞാൻ ഭയങ്കര ഇൻവിസിബിൾ ആയിരുന്നു ഞാൻ പഠിച്ച സ്കൂളിൽ. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇവളുടെ ഭാവി കൂടെ പോവും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് വരെ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു രീതിയിലും ബെസ്റ്റ് ആവാത്തൊരു സ്റ്റുഡൻറ്റ്, ഇന്നും ബാക്ക് ബെഞ്ചിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ്റ് ഇന്ന് ഫ്രണ്ട് ബെഞ്ച് മേക്ക് ചെയ്യാൻ പോവാണ്. സോ ദാറ്റ് ഈസ് വെരി സ്പെഷ്യൽ ടു മീ. അപ്പം ഇത് കാണുന്ന എൻ്റെ ഒരു ഏജിൽ, ഒരു 10 മുതൽ 17 വരെ ഏജുള്ള പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, ലൈഫ് എന്ന് പറയുന്നത് ഒരു ഫുൾ A+ൻ്റെ സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള അവാർഡ്സിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗർ പിക്ചറാണ്. സം പീപ്പിൾ ബ്ലൂം ഏർലി ആൻഡ് സം പീപ്പിൾ ബ്ലൂം ലേറ്റ് എന്നുണ്ട്. അപ്പം ദർ ഇസ് നത്തിങ് റോങ് ഇൻ ബ്ലൂം ലേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ വൺ ഡേ യു വിൽ മേക്ക് ഇറ്റ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ലെസ്സായിട്ട് ചിന്തിക്കാതിരിക്കുക. അപ്പോൾ അന്ന് ബാക്ക് സ്റ്റേജിൽ ഇരുന്ന ഒരു കുട്ടി ഇന്ന് ഫ്രണ്ട് സ്റ്റേജ് മേക്ക് ചെയ്യാൻ പോവാണ്. ആൻഡ് ഈ ഒരു മൊമെൻറ്റ് എന്നെപ്പോലുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇൻവിസിബിൾ ആയിട്ട് സ്കൂളിലൊക്കെ തോന്നിയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി കൂടെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറയാല്ലേ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ലൈക്ക് ഏർലി ആയിട്ട് തിരക്ക് പിടിച്ച് ഒന്നും നേടിയില്ലെങ്കിലും വൺ ഡേ യു വിൽ മേക്ക് ഇറ്റ്.